മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയായ തഹാവൂർ റാണയെ ഡൽഹിയിൽ ഉടൻ തന്നെ എത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനം. റാണയെ എൻഐഎ ആസ്ഥാനത്ത് എത്തിച്ചായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ചോദ്യം ചെയ്യാൻ 12 അംഗ സംഘത്തിലാണ് എൻഐഎ രൂപം നൽകിയിരിക്കുന്നത്. അതിൽ 2 ഐജിമാരും ഒരു ഡിഐജിയും ഒരു എസ്പിയുമാണ് ആ സംഘത്തിലുണ്ടായിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ബസന്ത്, അതീവ രഹസ്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും നീക്കുന്നത്. 6 മണിക്ക് ശേഷം ഡൽഹിയിലേക്ക് എത്തിക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് അത് ഈ രീതിയിലാണ്. രഹസ്യമായിട്ട് ഓരോ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പക്ഷേ ഓരോ തലത്തിൽ നിന്നും എങ്ങനെയാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്? ഡൽഹിയിലേക്ക് ഉടൻ തന്നെ എത്തിക്കുമോ അതോ എത്തിയിട്ടുണ്ടോ? മറ്റു നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? 6 മണിയോടുകൂടി ഡൽഹിയിലെത്തിക്കുമെന്നാണ് നേരത്തെ ലഭിച്ച വിവരം. 8 മണിയോടുകൂടി എൻ്റെ പിറകിൽ കാണുന്ന എൻഐഎ ആസ്ഥാനത്ത് എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എൻഐഎയുടെയും റോയുടെയും സംഘമാണ് തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ജർമ്മനിയിലെത്തി എന്നാണ് വിവരം. അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. എൻഐഎ ആസ്ഥാനത്ത് എത്തിച്ച ശേഷം കസ്റ്റഡി നേടുക എന്നുള്ളതാണ് എൻഐയുടെ മുന്നിലുള്ള പ്രധാന ദൗത്യം. അത് പട്ടിയാല കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്നും കസ്റ്റഡിയിലേക്ക് എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളും പൂർത്തിയാക്കും എന്നാണ് എൻഐഎ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഗൂഢാലോചന ഭാഗത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ എൻഐഎക്ക് വേണ്ടത്. തഹാവൂർ റാണ അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നതിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. 9 പേരാണ് എൻഐഎ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളുള്ളത്. ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. 2ാം പ്രതിയാണ് തഹാവൂർ റാണ. ബാക്കിയുള്ളവരൊക്കെ ISI ഉദ്യോഗസ്ഥരും മറ്റുമാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പങ്കുകളുണ്ടോ, മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പങ്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഘടകം. നേരത്തെ മാതൃഭൂമി ന്യൂസുമായി സംസാരിക്കുമ്പോൾ ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് കൊച്ചിയിൽ വരെ തഹാവൂർ റാണ എത്തിയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ഹോട്ടലിൽ, 5 നക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്നു. ചില റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഹാൻഡ്ലേഴ്സ് ഉണ്ടായിരുന്നോ തഹാവൂർ റാണയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. തീർച്ചയായും ഈ രീതിയിൽ സുപ്രധാനമായ ഓരോ വിവരങ്ങളും തഹാവൂർ റാണയിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്.